നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നാടകം അവതരിപ്പിച്ച് കലയപുരം ആശ്രയ സങ്കേതം. നാളെ എന്താണെന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. വലിയൊരു വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു കലാജാഥ അല്ലെങ്കിൽ ഇതുപോലൊരു മെസ്സേജുകൾ കൊടുക്കുന്ന സംവിധാനങ്ങൾ വന്നില്ലെങ്കിൽ കുറച്ചുപേരെങ്കിലും ഇതിലൊരു തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പുതിയൊരു ഉദയം സൃഷ്ടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ആശ്രയ ഈ പരിപാടിയായിട്ട് മുന്നിട്ടിറങ്ങിയത്. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരക്കരയുടെ മാത്രമല്ല ഞങ്ങളുടെ ആശ്രയ പ്രസ്ഥാനത്തിൻ്റെയും തോഴൻ തന്നെ പറയാം രമേശ് സാറ്. ആശ്രയയിലെ പല പരിപാടികളിലും സാറിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ സാറിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി അനാഥരായിട്ടുള്ള ആളുകളെ ആശ്രയയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട രമേശ് സാറിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ജോസാറിന്റെ പേരിലും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിന്റെ ആദരണീയായ ധനകാര്യമന്ത്രിയുമായ ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ലഹരിക്കെതിരെയുള്ള ജനബോധന പരിപാടി ഇന്ന് കൊട്ടാരക്കരയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവരുടെ സന്ദേശം എത്തിക്കുകയാണ്. ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നാം നേരിടുന്നത്. നമ്മുടെ സമൂഹം, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ എന്നുവേണ്ട എല്ലാ പൊതു ഇടങ്ങളും ഏറെക്കുറെ ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള ലഹരി സാധനങ്ങൾ കഞ്ചാവും കള്ളിനും അപ്പുറത്തേക്ക് നിരവധിയായ ലഹരി സാധനങ്ങൾ, വിലപിടിപ്പുള്ളതും വിലപിടിപ്പില്ലാത്തതുമായ നിരവധി ലഹരി സാധനങ്ങൾ നമ്മുടെ കൊച്ചു കുട്ടികളെ പോലും സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. വലിയ റാക്കറ്റ് മാഫിയ സംഘം വലിയ സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം കേവലം നിലയിലുള്ള സാമ്പത്തിക ലാഭം മാത്രമല്ല, ഒരു തലമുറയെ ചിന്താശീലമുള്ള ഒരു തലമുറയെ നശിപ്പിക്കുകയും സ്വബുദ്ധിയുള്ള തലമുറയെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഈ തലമുറയും ഈ സമൂഹവും നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വഴിതെറ്റിക്കുന്നതിനും വ്യതിചലിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ലഹരി ഉപയോഗത്തിനെതിരായുള്ള വലിയ ക്യാമ്പയിനും ബോധവൽക്കരണവുമാണ് നമുക്ക് നടത്തേണ്ടത്. എല്ലാ നിലയിലും, സർക്കാർ എന്ന നിലയിലും സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സന്നദ്ധ സംഘടനകളുമെല്ലാം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെ സംഘടനകളടക്കം ഈ രംഗത്ത് വലിയ കാര്യമായ പ്രവർത്തനമാണ് നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും കൂട്ടത്തിൽ കൊട്ടാരക്കര കലയപുരം ആശ്രയ സങ്കേതം, ഈ കലയപുരം ജോസിന്റെ നേതൃത്വത്തിലുള്ള ആശ്രയ സങ്കേതം ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ അനാഥരെ സംരക്ഷിക്കുകയും അവർക്ക് ജീവൻ കൊടുക്കുകയും അവർക്ക് ആശ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കലയപുരം ആശ്രയ സങ്കേതത്തിന്റെ ഭാഗമായി കലയപുരം ആശ്രയ സങ്കേതവും കൊല്ലം ജില്ലാ ഭരണകൂടവും സംയുക്തമായി നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പ്രോഗ്രാം സന്ദേശത്തിന്റെ ഭാഗമായാണ് ഈ ലഹരി വിരുദ്ധ കലാജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജാഥ നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ജാഥയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ തലമുറയെയും നമ്മുടെ നാടിനെയും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും വളരെ ബോധപൂർവ്വം കരുതലോടെ ഇടപെടണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കലാജാഥയുടെ ഇവിടുത്തെ പ്രദർശന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. Con la miseria
എന്തായി കാണിക്കുന്നത് വയ്യ മാറിക്ക് கொஞ்சம் ஸ்பீட் ஏத்து மாமே. നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ ലഹരി വിമുക്ത ക്യാമ്പയിൻ ഇത് ഇന്ത്യയിലെ 252 ജില്ലകളിൽ നടന്നു വരികയാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയടക്കമുള്ള 7 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കലയപുരം ആശ്രയ സങ്കേതം കലാജാഥ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ഇന്ന് 4 കോളേജുകളിൽ ഈ കലാജാഥയെത്തി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നതിന് ശേഷമാണ് ഇന്ന് ഇതിൻ്റെ സമാപനം എന്ന നിലയിൽ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ SR രമേശൻ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ്. 10 മിനിറ്റ് മാത്രമേ ഞാൻ ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ. അതിനുശേഷം 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറു നാടകം, ലഹരിയുടെ ഉപയോഗം മൂലം ഒരു കുടുംബം തകരുന്നതിനെ കുറിച്ചുള്ള ഒരു ലഘു ചിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് 10 ലക്ഷം ആളുകളാണ് ഒരു ദിവസം ബിവറേഴ്സിന്റെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ വരി നിൽക്കുന്നത്. 10 ലക്ഷം ആളുകൾ മദ്യം വാങ്ങാൻ വരി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ലക്ഷം കുടുംബനാഥന്മാരാണ് എല്ലാ ദിവസവും മദ്യശാലയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. ബാറുകളിലും അരിഷ്ടക്കടകളിലുമുള്ള കണക്ക് വേറെ. ഏതാണ്ട് 85 ലക്ഷത്തോളം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 10 ലക്ഷം കുടുംബനാഥന്മാർ ദിവസവും മദ്യം വാങ്ങാൻ മദ്യശാലകളുടെ മുന്നിൽ മുടങ്ങാതെ വരി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമുക്ക് ചുറ്റുമുള്ള 8 വീടുകൾ എടുത്താൽ അതിൽ ഒരു വീട് മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം നശിച്ച് നാമാവശേഷമാകുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ പാടണം. ഓയ്, ഇതാണ് ശാന്ത. ഒരു നേരവും വീട്ടിൽ കാണത്തില്ല. സന്ധ്യയാപ്പിന് നോക്കിയാൽ വേണ്ട. ഇത് 10-ാം വാർഡ്. ഇപ്പൊ ഇവിടെ കരണ്ടില്ല. അത് 11-ാം വാർഡ്. അവിടെ കരണ്ടുണ്ട്. അവിടെ ഞാനിരുന്ന് സീരിയല് കയറിയായിരിക്കും. എടി ശാന്തേ, എന്തിനാച്ചാ ഇങ്ങനെ തൊണ്ട പൊട്ടിക്കിടന്ന് വിളിക്കുന്നേ?
വന്ന് രാവിലെ വന്നച്ചാ എന്റെ ചെല്ലക്കിളി ചെല്ലക്കിളി മഞ്ഞക്കിളി ഒക്കെ അവിടെ നിക്കട്ടെ എനിക്കെന്താ തിന്നാൻ കൊണ്ടുവന്നേ എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കക്ക ഇറച്ചിയും ഞണ്ട് കറി അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇല്ല ഇത് എന്റെ പൊന്നുമോള് കൊണ്ടുപോയി കഴിക്കേ. ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നാടി കാലത്തി കുറച്ച് താടി ചന്ദ്രൻ സ്റ്റോപ്പ്. വല്ലയിടത്തും പോയി സീരിയലും കണ്ടിട്ട് വരുന്ന നിനക്ക് ഞണ്ട് കറിയും കക്ക ഇറച്ചിയും നീ പോയി മോള് തകർത്തി കൊണ്ടുപോയിട്ടൊന്നും ആർക്കും കൊടുക്കണ്ട കേട്ടോ. കൊണ്ടുപോക്കോ. ഏതാടി ഈ വവ്വാല്? എന്റെ അച്ഛ ഇത് വവ്വാലൊന്നുമല്ല എന്റെ ഫ്രണ്ടാ പേര് ഷൈൻ. No, 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 no. I'm not shy. I am Shine Rotary of Finance. You don't know, darling? Who is this country fellow? No, darling. His name is Sweet Dad. Dad. Oh, what is Shine man? Useless country fellow. ഇതാണ് പ്രകാശൻ, 10ാം വാർഡിലെ മെമ്പർ. ഇവന്റെ മോന്ത കണ്ടാൽ അല്പമെങ്കിലും പ്രകാശമുണ്ടോ എന്ന് നോക്കിയേ. കഴിഞ്ഞ 10 വർഷമായി കത്താത്ത കുറെ ബൾബുകളും മിന്നി മിന്നി ഇരിക്കുന്ന കുറെ ട്യൂബുകളും പൊട്ടിപ്പൊളിഞ്ഞ കുറെ റോഡുകളും. ഇതാണ് പ്രകാശൻ കൊണ്ടുവന്ന വികസനം. നാണമില്ലേടാ പ്രകാശ നിനക്ക്? അയ്യോ നാണം കെടുത്തല്ലേ അയ്യാ. ഓക്കെ